പോലെ തന്നെ അത് ലിവിംഗിൽ നിന്ന് അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു കോർണറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ആൾക്കാർക്ക് ലിവിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല സൗകര്യം കിട്ടുന്നതിലാണ് ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിന് നേരെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗിൽ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങിന്റെ പ്രൊവിഷനും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് നിൽക്കുന്ന വോള് നമ്മൾ ഒരു വാൾപേപ്പറിന്റെ ഡിസൈനാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളെ സൈറ്റുകളിലൊക്കെ തന്നെ ഓപ്പൺ കിച്ചൺ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നമ്മൾ ഈ ഒരു സൈറ്റിൽ ഓപ്പൺ കിച്ചൺ ആയിരുന്നില്ല കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ്ങിന് ഭംഗി കൂട്ടുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളോട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മൾ ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തത്. പൊതുവേ എല്ലാവർക്കും അറിയാലോ, വാഷ് ഏരിയ ഡൈനിങ് ടേബിളിനോട് ചേർന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാനും കൂടാണ് നമ്മൾ വാഷ് ഏരിയനെ കുറച്ച് വിട്ടത്. പിന്നെ ഈ ഒരു വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ ലിവിംഗ് റൂം നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കാഴ്ചയുണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഏരിയ കൂടുതൽ കൊടുത്തു. നല്ലൊരു ബേസിനോട് സെറ്റ് ചെയ്തു. അടിയിൽ നല്ലൊരു ബോക്സ് ചെയ്തിട്ടുണ്ട്. വോളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൈൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു മിററും അത് ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ലൈറ്റിംഗ് വരുന്നുണ്ട്. ടച്ച് കൺട്രോൾ വരുന്ന ലൈറ്റാണ് ഇവിടെ വരുന്നത്. അത് മൾട്ടി കളർ ആയിട്ട് വരുന്നത്. ഇതേപോലത്തെ ലൈറ്റിംഗ് നമ്മളിവിടെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂം നമ്മൾ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു വാഷ് ഏരിയൻ്റെ ഒരു ഭംഗി കൂടെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ലിവിംഗ് റൂം എന്നുള്ള ഒരു കാഴ്ചയും ഈ ഒരു വാഷ് ബേസിന്റെ അറേഞ്ച്മെന്റ് നമ്മളിവിടെ ചെയ്തത്. ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മളെ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞു. യൂഷ്വലായിട്ട് നമ്മൾ എല്ലാ സൈറ്റും ഓപ്പൺ കിച്ചൺ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ക്ലോസ്ഡ് കിച്ചൺ ആണ് ചെയ്തത്. ആ ക്ലോസ്ഡ് കിച്ചൺ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ക്യാബിനറ്റ് അറേഞ്ച്മെന്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹുഡ്, അതേപോലെ തന്നെ ഹോബ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ സിങ്ക്, പിന്നെ അതേപോലെ നമ്മളെ ഫ്രിഡ്ജ്, ഒരു വർക്കിംഗ് ട്രയാങ്കിൾ പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെറിയ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളെ കൂടുതൽ സ്റ്റോറേജ് ഏരിയ കൊണ്ടുവരാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിങ്ങിനുള്ള സ്പേസ് കുറവായതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റോറേജിന് ഇവിടെ നമ്മളൊരു സംവിധാനം കണ്ടിട്ടുണ്ട്. അതൊരു സ്റ്റോർ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ നമുക്ക് അത്യാവശ്യം വലിയ ഐറ്റംസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെക്കാനും പാത്രങ്ങളോ കാര്യങ്ങളോ വെക്കാനോ ഇനിയതല്ല ഗ്യാസ് സിലിണ്ടറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു പ്രോപ്പർ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റോർ റൂം ചെയ്തത്. സ്റ്റോർ റൂമിന് സ്ലാബ് നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് ഇവിടെയും കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിലും കൂടെ നമ്മൾ കുറച്ച് സ്റ്റോറേജ് കാണിച്ചിട്ടുണ്ട്. വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഡംപ് ചെയ്യാൻ ഉദ്ദേശത്തിൽ ആ ഒരു സ്പേസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്ന കണക്കായിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ നമ്മളെ വീടുകളിലുള്ള ഒരു വീഡിയോസിൽ വർക്ക് ഏരിയ കാണിക്കാറില്ല എന്നൊരു പരാതി എല്ലാവരും പറയാറുണ്ട്. ജസ്റ്റ് ഒരു വർക്ക് ഏരിയ ഒന്ന് കാണാൻ മാത്രമാണ്. കൂടുതലായിട്ടുള്ള വിശദ വിവരങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നില്ല. ഇവിടുത്തെ സ്ലാബ് പക്ഷേ നമ്മളൊന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അത് നമുക്ക് വർക്ക് ഏരിയയിൽ കൂടുതൽ സ്പേസ് കിട്ടുക, അതേപോലെ തന്നെ ഈ മൂവ്മെന്റിനുള്ള സ്പേസ് കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു സ്ലാബ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൈറ്റിലുള്ള ഫ്ലോറിംഗ് കംപ്ലീറ്റ് നമ്മൾ മാർബിൾ ആണ് ചെയ്തത്. യൂഷ്വലി നമ്മൾ ടൈൽസ് ആണ് ചെയ്യാറ്. ഇവിടെ നമ്മുടെ ക്ലയന്റിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു മാർബിൾ വേണമെന്നുള്ളത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാർബിൾ ഫ്ലോറിംഗ് ആണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂമാണ് പറഞ്ഞത്. അതിൽ നമ്മളെ സെക്കൻഡറി ബെഡ്റൂം, അതായത് ഗസ്റ്റ് ബെഡ്റൂം ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ ലിവിങ്ങിനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന സ്റ്റെയർ ഏരിയനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഏരിയയിലാണ് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ റൂമിലെ വിശേഷങ്ങൾ നോക്കാം. ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഗസ്റ്റ് ബെഡ്റൂം ആണെന്ന് കരുതി ഇവിടുത്തെ ഡിസൈൻസ് ഒരുപാട് ചെറുതാക്കി, അതേപോലെ വർക്ക് ഒരുപാട് ലളിതമാക്കി ചെയ്തിട്ടില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തത്. നല്ല ഒരു കിങ് സൈസ് ബെഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. വോൾ അതേപോലെ തന്നെ ഒരു ഭംഗി കയറ്റി നല്ല ഒരു വാൾ പേപ്പർ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 4 പാളി വരുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബും പിന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ചെറിയ ഓപ്പൺ ഷെൽഫും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ വിൻഡോ പ്രൊവിഷൻ. അതിന് നമ്മൾ നല്ല ഫ്ലീറ്റ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ നല്ലൊരു ഡ്രസ്സിംഗ് റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഈ ചേഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഗ്രൂമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണത്. ഇവിടെ നല്ലൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മളെ ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഡയറക്റ്റ് റൂമിലേക്ക് കയറാതെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയതിന് ശേഷം റൂമിലേക്ക് കയറാൻ എന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തത്. ഗസ്റ്റ് ബെഡ്റൂമിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം നമുക്ക്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് മാസ്റ്റർ ബെഡ്റൂം കുറച്ച് സൈസ് ഉണ്ട്. ഈ ഒരു ഏരിയ കുറച്ച് സൈസ് വേണമെന്നുള്ളത് കസ്റ്റമർക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് കൂടുതലുള്ളത് ഇവിടെ നമുക്ക് ഒരുപാട് സ്പേസ് പറമ്പിനില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഷേപ്പിലൊരു വ്യത്യാസം എന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ സൈസ് കൊണ്ടുവന്നത്. ബെഡ് ഇടാനായിട്ട് പെർട്ടിക്കുലറായിട്ട് നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസിൽ നമ്മൾ വോളിൽ നല്ല പാനലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് ബാക്കിൽ ഒരു ഹെഡ് ബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തത്. ലാമിനേറ്റ് ആണ് ബെഡിന്റെ ഹെഡിലായിട്ട് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു ഗോൾഡൻ ബീഡിങ് കൊടുത്തിട്ട് AC ഡയറക്റ്റ് മുകളിലാണ് കൊടുത്തത്. കാരണം ഫ്രണ്ടിൽ ശരിക്കും ഈ രീതിയിൽ നമ്മൾ AC കൊടുക്കുമ്പോൾ നമ്മൾ കാലിലേക്കാണ് ബ്ലോ എത്തുക എന്ന് കഴിഞ്ഞാൽ പോലും ഫ്രണ്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കത് വീടിന്റെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള പ്രയാസം കൊണ്ടാണ് ഇവിടെ AC സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഡിസൈനിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ ഫുൾ ഹൈറ്റ് വരുന്ന രീതിയിലായിട്ടുള്ള കേർട്ടൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേർട്ടൻസ് നമുക്ക് സീലിംഗ് നിന്ന് താഴെ വരെ വരുന്ന രീതിയിലുള്ള ഫ്ലീറ്റഡ് ആയിട്ടുള്ള കേർട്ടൻ ആണ്. പിന്നെ വെന്റിലേഷൻ നമുക്ക് 2 സൈഡിലും പ്രോപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷന്റെ ബുദ്ധിമുട്ട് വരുന്നില്ല. ബെഡിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ചെറിയൊരു ഡ്രസ്സർ യൂണിറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മിററും ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മിററിന്റെ പിറകിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു പാനലിംഗ് വർക്ക് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ റൂമിന്റെ ഷേപ്പ് കുറച്ച് കട്ടിങ് കാര്യങ്ങളുള്ള ഒരു ഇതായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു കട്ടിങ്ങിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് അതേപോലെ തന്നെ ചെറിയൊരു സോഫയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ബെഡ്റൂമിലെ സൈസ് ബെഡ് ഇട്ടുകൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീടിന്റെ ഡൈനിങ്ങിലേക്കുള്ള വെളിച്ചത്തിന്റെ ഒരു സ്രോതസ്സായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. സ്റ്റെയർ ആണ്. സ്റ്റെയറിനോട് ചേർന്നുകൊണ്ട് നമ്മൾ താഴെ അതേപോലെ തന്നെ മുകളിലായിട്ട് വലിയ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വുഡിന്റെ ജനൽപ്പാളികളല്ല കൊടുത്തത്, നമ്മൾ UPVC ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് വരിക എന്നൊരു പർപ്പസ് ആയിരുന്നു ഈ ഒരു വിൻഡോസിന്. പിന്നെ ഇവിടുത്തെ സ്റ്റെയർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ ഏരിയ ഒരു സ്റ്റെപ്പ് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഏരിയ ചെയ്തത്. കുറച്ച് ബാക്കിയുള്ള ഏരിയ ഒന്ന് വേറിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഭംഗി കൂട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സെൻട്രലായിട്ട് നല്ലൊരു പ്ലാന്റും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർബിൾ ടോപ്പ് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റെപ്പിനെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് റെയിൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസും പിന്നെ അതേപോലെ വുഡുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു ഗ്ലാസ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ആ ഗ്ലാസ് വിൻഡോക്ക് സേഫ്റ്റിക്ക് കണക്കാക്കിയിട്ട് നമ്മളിവിടെ ചെറിയൊരു ഗ്രിൽ വർക്ക് കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാതെ വെളിച്ചം മാക്സിമം അകത്തേക്ക് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഏരിയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീടിന് നേരെ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതേപോലെ തന്നെ 2 ബെഡ്റൂമാണ് നമുക്ക് വീടിന് വരുന്നത്. പ്ലസ് ചെറിയൊരു അപ്പർ ലിവിംഗ് വരുന്നുണ്ട്. ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു താഴത്തെ ഡൈനിങ് അതേപോലെ തന്നെ മുകളിലൊരു ഹാളായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമാണ്. ഒന്ന് ഇതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ 2 ബെഡ്റൂം താഴത്തെ അതേപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഫർണിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് ഇടുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ കിച്ചണിന്റെയും വർക്ക് ഏരിയന്റെയും മുകളിൽ